ആകാശവാണി ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. 1936 ജൂൺ 8 ആകാശവാണി എന്ന നാമം ഇന്ത്യയിൽ ഒട്ടുക്കും അറിയപ്പെടാൻ തുടങ്ങിയത്. ആകാശവാണി ഔദ്യോഗികമായി ആരംഭിച്ച സമയം. ഇപ്പോൾ ആകാശവാണി അതിൻ്റെ 90-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 90 സുവർണ വർഷങ്ങളിൽ ആകാശവാണി പലവിധ ജീവിതങ്ങളെ തൊട്ടുപോയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ പൗരനിലേക്ക് വരെ വിവരങ്ങൾ എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ രാഷ്ട്ര നേതാക്കൾ ആകാശവാണിയെ വിഭാവനം ചെയ്തത്. ആ കർമ്മം ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളമായി ആകാശവാണി നടത്തി വരുന്നു. അപ്പോൾ നമ്മൾ റേഡിയോ സ്മരണകളിലൂടെ നാമും തേടുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെയാണ്. അവരെ ആകാശവാണി എങ്ങനെ സ്പർശിച്ചുവെന്ന് നേരിട്ടറിയാൻ നിങ്ങളുടെ ഇടയിലേക്ക് ആകാശവാണി കടന്നു വരികയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി മായ ബാലകൃഷ്ണനാണ്. മായ ഒരു എഴുത്തുകാരിയാണ്, ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റാണ്, ബാലസാഹിത്യ കൃതിയുടെ കർത്താവാണ്. അങ്ങനെ മായ ബാലകൃഷ്ണനെ വിശേഷിപ്പിക്കാൻ അനവധി കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ആകാശവാണിയുടെ കൃത്യമായ ഒരു ശ്രോതാവാണ്. അതിലുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ കൃത്യമായി അയച്ചു തരുന്ന ഒരാളാണ്. അപ്പോൾ മായയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം, നന്ദി. ഞാനും ഒരു റേഡിയോ ശ്രോതാവാണ്. വർഷങ്ങളായി എൻ്റെ ചെറുപ്പം തൊട്ട് റേഡിയോക്കൊപ്പം വളർന്നു വന്നൊരു ജീവിതമാണ് എൻ്റേത്. പിന്നീടൊരു കാലഘട്ടം കഴിഞ്ഞ് എന്നെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഒരു പുനർജന്മം തന്നതും ആകാശവാണിയാണ് എന്ന പ്രത്യേകതയുണ്ട്. ഞാൻ എൻ്റെ ഒരു 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു കോളേജ് പഠനത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഞാൻ രോഗാവസ്ഥയിൽ വന്നു. പിന്നീട് തുടർ പഠനം കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ യാത്രകളും ആ ഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു. എനിക്ക് ഒരു 90% ചലന പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ റേഡിയോ എന്നും എൻ്റെ അടുത്ത ഒരു കൂട്ടുകാരി എന്ന പോലെയാണ്. ഞാൻ ഉണർന്നാൽ റേഡിയോ ഉണ്ട്. അതായത് ആകാശവാണി കൊച്ചി FM ആണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട്. അതിനു മുൻപ് ആദ്യകാലങ്ങളിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ സ്റ്റേഷനുകളൊക്കെ ആയിരുന്നു കേട്ടിരുന്നത്. എൻ്റെ കുഞ്ഞോർമ്മകളിൽ, അതായത് ഞാൻ വായിച്ചൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ഓർമ്മകളിലും റേഡിയോ ഉണ്ട്. അന്ന് എൻ്റെ അച്ഛനെ അതിൽ നിന്നും വേർപെടുത്തി എനിക്ക് ഒഴിവാക്കിയിട്ട് എൻ്റെ റേഡിയോ ഓർമ്മകൾ തുടങ്ങുന്നില്ല. കാരണം ഞാൻ കുഞ്ഞായിരുന്ന പ്രായത്തിൽ അച്ഛനെന്നും വൈകിട്ട് സന്ധ്യ കഴിയുമ്പോൾ നേരെ ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള നായത്തോട്, ഇന്നത്തെ ഹയർ സെക്കൻഡറി സ്കൂള്, അത് അന്ന് എൻ്റെ ചെറുപ്പത്തിൽ UP സ്കൂളായിരുന്നു, ഗവൺമെൻറ് UP സ്കൂൾ. അന്ന് ഇതുപോലത്തെ കെട്ടിടങ്ങളൊന്നുമല്ല, തുറന്ന ചുറ്റുമതിലില്ലാത്ത സ്കൂൾ മൈതാനം, ഓടിട്ട 2-3 കെട്ടിടങ്ങൾ. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ അച്ഛൻ ഈ റേഡിയോയും കൊണ്ട് സവാരിക്കിറങ്ങുന്നതാണ്. ഈ റേഡിയോ കൊണ്ട് ഞാനും അച്ഛനും കൂടി നേരെ ചെന്നിരിക്കുന്നത് ഈ ഫ്ലാഗ് പോസ്റ്റിൻ്റെ തറയിലാണ്. പക്ഷേ റേഡിയോയിൽ എന്ത് പറയുന്നു എന്താണെന്നും അല്ലായിരുന്നു എൻ്റെ ശ്രദ്ധ. എൻ്റെ അന്നത്തെ ശ്രദ്ധയൊക്കെ മുകളിലെ ആകാശവും ചുറ്റുമുള്ള അരണ്ട രാത്രിയുടെ ആ വെളിച്ചവും മുകളിലേക്ക് നോക്കി നക്ഷത്ര കുഞ്ഞുങ്ങളും ചന്ദ്രബിംബത്തിലെ കലകളും ഒക്കെ അതൊക്കെ എന്നെ ഇങ്ങനെ വിസ്മയപ്പെടുത്തി അത്തരം കാഴ്ചകളിലേക്ക് ഞാൻ മാറിപ്പോയിക്കൊണ്ടിരുന്നു.
അപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നാടിന് വന്നൊരു മാറ്റം, അന്ന് നിശബ്ദമായ അന്തരീക്ഷമാണ്. സ്ട്രീറ്റ് ലൈറ്റുകളില്ല, വാഹനങ്ങളില്ല, വളരെ നിശബ്ദം. ഇന്നെന്ന് പറയുമ്പോൾ ആകാശവും ഞങ്ങളുടെ ഈ ഭൂമിയും നിരത്തും എല്ലാം ശബ്ദമുഖരിതമാണ്. ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരിയോട് ചേർന്ന പ്രദേശമാണ്. അതായത് നായത്തോടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അഭിമാനം കൊള്ളാറുള്ളത് മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജന്മനാടുമാണ്. ഇന്ന് ആ ഒരു മാറ്റം വരുമ്പോൾ എനിക്ക് മനസ്സിൽ പെട്ടെന്നല്ല എന്നും എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുണ്ട്. ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ എന്തിഷ്ടമാണെനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കെന്നോ. എന്തിഷ്ടമാണെനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കെന്നോ, എന്തിഷ്ടമാണെനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കെന്നോ. മഴ പോലെ പുഴ പോലെ വിടരുന്ന പൂ പോലെ തുളസീദളം പോലെ ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കെന്നോ. കനിവുള്ളൊരമ്മയെപ്പോലെ ഓമന കുഞ്ഞിനെ പോലെ, കനിവുള്ളൊരമ്മയെപ്പോലെ ഓമന കുഞ്ഞിനെ പോലെ, ഒഴുകും കിളിപ്പാട്ട് പോലെ കാറ്റിലൊഴുകും കിളിപ്പാട്ട് പോലെ, അരയാല് പോലെ അമ്പലം പോലെ ആമ്പൽ പൂങ്കുളം പോലെ. എന്തിഷ്ടമാണെനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കെന്നോ. സ്നേഹിക്കുമച്ഛനെ പോലെ ഉരുകുന്ന പെങ്ങളെ പോലെ, സ്നേഹിക്കുമച്ഛനെ പോലെ ഉരുകുന്ന പെങ്ങളെ പോലെ, ഇളമുളം തണ്ടിനെ പോലെ പാടുമിളമുളം തണ്ടിനെ പോലെ, പുലർവേള പോലെ സന്ധ്യയെ പോലെ പൂനില പാലാഴി പോലെ. എന്തിഷ്ടമാണെനിക്കെന്നോ ഈ ഗ്രാമം എന്തിഷ്ടമാണെനിക്കെന്നോ, എന്തിഷ്ടമാണെനിക്കെന്നോ ഈ
ഗ്രാമമെന്തിഷ്ടമാണെനിക്കെന്നോ. മഴ പോലെ പുഴ പോലെ വിടരുന്ന പൂ പോലെ തുളസീദളം പോലെ ഈ ഗ്രാമമെന്തിഷ്ടമാണെനിക്കെന്നോ. എന്തിഷ്ടമാണെനിക്കെന്നോ. ഈ ഗ്രാമമെന്തിഷ്ടമാണെനിക്കെന്നോ. എന്തിഷ്ടമാണെനിക്കെന്നോ. മായ പറഞ്ഞു തുടങ്ങിയത് തന്നെ അച്ഛനുമൊത്ത് സ്കൂൾ മൈതാനത്ത് നടന്ന ഒരു ഓർമ്മയാണ്. ആ സമയത്ത് സന്ധ്യ മയങ്ങുന്ന നേരത്തുള്ള അരണ്ട വെളിച്ചവും അന്ന് നിശബ്ദതയായിരുന്നു. പക്ഷേ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന റേഡിയോയിൽ നിന്ന് ഒഴുകി വരുന്ന സംഗീതം അത് അതിൻ്റെ പിന്നണിയിൽ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ആ ഒരു പ്രായത്തിൽ തൊട്ട് റേഡിയോ ആയിട്ടുള്ള ആത്മബന്ധം തുടങ്ങിയതായിരുന്നു. അദ്ദേഹത്തിന് അച്ഛൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കണം, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അദ്ദേഹം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അച്ഛനും സ്കൂൾ മാഷായിരുന്നു, അമ്മയും ടീച്ചറായിരുന്നു. അച്ഛൻ്റെ പേര് KS ബാലകൃഷ്ണൻ നായർ. അതുപോലെ എനിക്ക് അച്ഛനോടൊത്ത് ആ കുഞ്ഞു ചെറുപ്പത്തിൽ നമ്മുടെ റേഡിയോ എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ കൗതുകത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു ഓർമ്മയുണ്ട്. കാരണം അന്നൊക്കെ ഞങ്ങൾ വെക്കേഷനാണ്, ഓണം വിഷു വെക്കേഷൻ വരുമ്പോഴാണ് അമ്മ വീട്ടിൽ പോകുന്നത്. അന്ന് എല്ലാവരും കുടുംബം മക്കളെല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ അച്ഛൻ ഈ റേഡിയോ കയ്യിലെടുക്കും. ഈ റേഡിയോ ഒരു കവറുണ്ട്, ലെതർ കവറ്. ആ കവർ ഒരു തോൾ ബാഗ് പോലെ തോളിൽ തൂക്കിയിടാണ് ചെയ്യുന്നത്. അതിനൊരു വള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ എൻ്റെ ഒരു തോന്നൽ, ഇത് വീട്ടിലെ എന്തോ വിലപിടിപ്പുള്ള വസ്തുവാണ്, ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാനാണ് അച്ഛനിത് എടുക്കുന്നത് എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇന്ന് ഈ മൊബൈൽ യുഗത്തിൽ നമുക്ക് മണിക്കൂറുകൾ ഇടവിട്ട് വാർത്തകൾ കേട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. ആ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇന്നറിയാൻ കഴിയുന്നുണ്ട് അച്ഛൻ എന്തുകൊണ്ട് ആ റേഡിയോ കയ്യിൽ കരുതി. കാരണം ഞങ്ങളുടെ ഗ്രാമം പോലെ തന്നെയാണ്, മൂവാറ്റുപുഴയ്ക്ക് അടുത്താണ് അമ്മയുടെ നാട്, രാമമംഗലം, ഷഡ്കാല ഗോവിന്ദമാരാരുടെ നാട്. അപ്പോൾ അവിടെ ഇതുപോലൊരു ഗ്രാമമാണ്. പത്രം എത്താൻ വളരെ വൈകും. ഞങ്ങളുടെ നാട്ടിലും പത്രം എത്തുന്നതൊക്കെ 10 മണി 9 മണിയാണ്. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ വാർത്ത കേൾക്കാൻ വളരെ കാതു കൂർപ്പിച്ച് പത്രം എത്താൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന അച്ഛൻ, അതൊക്കെ എനിക്ക് ഈ റേഡിയോ ഓർമ്മകളിൽ കൂടെ ഉള്ളതാണ്. പിന്നെയും ഒരു ഓർമ്മ വരുന്നത്, അച്ഛൻ രാവിലെ പ്രാദേശിക വാർത്ത കഴിഞ്ഞ് 7 മണിയുടെ സംസ്കൃതം വാർത്തയും കഴിഞ്ഞ് അച്ഛൻ്റെ വാച്ച്, വീട്ടിലെ ക്ലോക്ക്, ടൈം പീസ്, ഇതൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്യും, കറക്റ്റ് ചെയ്യും. അപ്പോൾ ആ റേഡിയോ എന്ന് പറയുമ്പോൾ വളരെ സമയനിഷ്ഠ, കൃത്യതയുള്ള ഒരു മാധ്യമം എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ മനസ്സിലാക്കുകയാണ്. അന്ന് നമ്മുടെ കീ കൊടുക്കുന്ന വാച്ചും അതെ, കീ കൊടുക്കുന്ന വാച്ചും ക്ലോക്കും ടൈം പീസും ഒക്കെ ആണല്ലോ. അപ്പോൾ ഒരു പ്രദേശത്തിന്റെ സമയ ക്ലിപ്തതയെ തന്നെ, അദ്ദേഹം ഒരു സ്കൂൾ മാസ്റ്റർ കൂടെയാണല്ലോ, കൃത്യസമയത്ത് ബെല്ലടിക്കുന്നതെല്ലാം ഏതാണ്ട് റേഡിയോയുടെ ഒരു സൂചനയിൽ കൂടെ ആയിരുന്നു അന്നൊക്കെ. തീർച്ചയായിട്ടും. അപ്പോൾ അന്നത്തെ ആ കൊച്ചു കുട്ടിയിൽ നിന്നും പിന്നെ റേഡിയോ ഒരു വളരെ ഗൗരവമായി തന്നെ കേട്ടുവരുന്നൊരു കേൾവിക്കാരിയിലേക്കുള്ള മായയുടെ ഒരു വളർച്ചയുണ്ടല്ലോ. അപ്പൊ അന്ന് ഈ അച്ഛൻ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ വാർത്തകളാവാം, ഒരു കൊച്ചു കുട്ടിക്ക് ചിലപ്പോൾ അതത്ര രസിക്കണമെന്നില്ല, ഇത് കഴിഞ്ഞിട്ട് പാട്ടെന്ന് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആയിരിക്കും മനസ്സിൽ. അന്ന് റേഡിയോയിൽ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? അന്ന് അങ്ങനെ പാട്ടുകളെ ഒന്നും, അത്ര ചെറുപ്പത്തിൽ ഞാൻ പാട്ടുകളെയൊന്നും അധികം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അന്നൊക്കെ ഞങ്ങൾ റേഡിയോയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 7:35 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് വിദ്യാഭ്യാസ രംഗം, ഒരു അധ്യാപകനും 2 വിദ്യാർത്ഥികളും അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അത് കേൾക്കുമായിരുന്നു. പിന്നെ ഞായറാഴ്ചകളിൽ 11:00-11:30 ബാലരംഗം, അമ്മാവനും കുട്ടികളും. അന്ന് റേഡിയോ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റേഡിയോ ക്ലബ്ബുകളിൽ കുട്ടികളുടെ പരിപാടികൾ, ഇന്നിപ്പോൾ വിടരുന്ന മുട്ടുകൾ ഒരിടത്തൊരിടത്ത്, ആ പ്രോഗ്രാമിനൊക്കെ പകരം അന്ന് ഇതുപോലുള്ള പരിപാടികളുണ്ടായിരുന്നു.
പിന്നെ സംഗീത ക്ലാസ്, ദേശഭക്തി ഗാനം, അതൊക്കെ ശ്രീ എം ജി രാധാകൃഷ്ണൻ സാറൊക്കെ പഠിപ്പിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് ഈ കാലഘട്ടത്തിൽ നാം വെള്ളിത്തിര കേൾക്കുന്നു, മറ്റ് ഗാനപരിപാടികളിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ എന്നും വളരെ ഇഷ്ടപ്പെട്ട ഒരു ലിസ്റ്റിൽപ്പെട്ട പാട്ടാണ് നീലഗിരിയുടെ സഖികളെ. സുപ്രഭാതം 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 സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ നാട് കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിച്ചോട്ടെ. ആഹാ ഓഹോ ആഹാ. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ, നിന്റെ നീണ്ടവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ. ആഹാ ഓഹോ ആഹാ. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം. അക്ഷരം, വിദ്യാഭ്യാസം, ഇതിലൊക്കെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്ന മായയ്ക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന ഒരു രോഗാവസ്ഥ കണ്ടുപിടിക്കപ്പെടുന്നു ഏതാണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. കാലത്തിനനുസരിച്ചിട്ട് ചലനശേഷി കുറഞ്ഞു വരുന്ന ഒരു രോഗാവസ്ഥയാണത്. അപ്പം ഇത് അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു പ്രതികരണം? ഇതെങ്ങനെ അറിഞ്ഞത് എങ്ങനെയാണ് ഇങ്ങനൊരു രോഗാവസ്ഥ ഉണ്ടെന്ന്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് ഇന്നിപ്പോൾ കേൾക്കുമ്പോൾ നമുക്കതൊരു സാധാരണ രോഗമാണ്, സാധാരണ മിഡിൽ ഏജിൽ വരുന്ന അസുഖമാണ്. അന്ന് കൃത്യമായിട്ട് ഈ റുമാറ്റോളജി വിഭാഗമൊന്നും നമ്മുടെ ഹോസ്പിറ്റലുകളിലോ ആ വിഭാഗം തന്നെ, ആ ചികിത്സാ വിഭാഗം തന്നെ പുരോഗമിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഒരുപാട് 2 വർഷം 3 വർഷമൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇതറിയുന്നത്, കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഇത് ഇന്ന അസുഖമാണ് എന്നറിയുന്നത് മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോഴാണ്. പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും വേദനയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ? ഇല്ല, ഞാൻ വളരെ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു, വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഒരു 3 വർഷം ആയപ്പോഴാണ് പെട്ടെന്ന് ഇത് ഡയഗ്നോസ് ചെയ്തത്. എനിക്ക് ജോയിൻറ്റ് പെയിനാണ്, അതുപോലെ പനിയും, ശക്തമായ പനിയും ജോയിൻറ്റ് പെയിനുമായിട്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എല്ലാ വിഭാഗം, അലോപ്പതി, ആയുർവേദം, ഹോമിയോ, അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അതിന് പിന്നിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഈ അസുഖത്തിൻ്റെ ഒരു അവസാന ഘട്ടമാണ് നമ്മുടെ സന്ധികളെ ബന്ധനസ്ഥിലാക്കുകയാണ്. അതായത് സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാതെ ആവും. അപ്പോൾ അങ്ങനെയാണ് എനിക്കിപ്പോൾ ഒരു ഡിസബിലിറ്റി എന്നൊരു വന്നിരിക്കുന്നത്. 90% ചലനപരിമിതിയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ആദ്യം പനിയായിട്ട് ചെറിയ ജോയിൻറ്റ് പെയിനായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഏതൊരു സാധാരണ അസുഖത്തെയും പോലെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ച് മാറും, അങ്ങനെ മാറിക്കോളും എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. 10ാം ക്ലാസ് സെക്കൻഡ് ടേം എക്സാം എഴുതുന്ന വേളയിലാണ് എനിക്ക് അസുഖം തുടങ്ങിയത്. ഞാൻ പരീക്ഷയൊക്കെ മുടങ്ങിപ്പോയിട്ട് പിന്നെ എനിക്ക് ഇടയ്ക്ക് സ്കൂളിൽ ഇടയ്ക്ക് പോയിരുന്നു. പിന്നെ എനിക്കത് കൂടുതൽ വിഷമങ്ങളായി. ട്രീറ്റ്മെൻറ്റൊക്കെ മാറ്റി ചെയ്തു. അങ്ങനെ എനിക്ക് SSLC എഴുതാൻ കഴിഞ്ഞില്ല. പിന്നെ അലോപ്പതി ട്രീറ്റ്മെൻറ്റിൽ നല്ല പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് ഇയർ ഞാൻ എഴുതി, SSLC എഴുതി. പിന്നെയും നെക്സ്റ്റ് കോളേജിൽ അഡ്മിഷനും കിട്ടി. അപ്പോൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, വിഷമതകളൊക്കെ ഉണ്ട്. എന്നാലും കോളേജിൽ പോകാം. അതുകൊണ്ട് അടുത്ത് തന്നെയുള്ള കോളേജ് എന്ന നിലയിൽ ഞാൻ തിരഞ്ഞെടുത്തത് കാലടി ശ്രീശങ്കര കോളേജായിരുന്നു. അങ്ങനെ തുടങ്ങിയെങ്കിലും പിന്നീട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് മാറ്റി. അപ്പോൾ അസുഖം ആയുർവേദം വരുമ്പോൾ ഞാൻ തീരെ കൂടുതലാവും, വളരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്റ്റേജിലേക്ക് പോകും. അപ്പോഴും നമുക്കൊരു പ്രതീക്ഷയോടെ സുഖപ്പെടും എന്നുള്ളൊരു ഘട്ടത്തിൽ കുറേ മാസങ്ങൾ മുന്നോട്ട് പോയി. ക്ലാസ് തുടങ്ങിയെങ്കിലും എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെ ആ വർഷവും പറ്റിയില്ല, കോളേജിൽ പോകാൻ പറ്റിയില്ല. അത് ക്യാൻസൽ ചെയ്തു. അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് വാങ്ങി. വേറെ ആർക്കെങ്കിലും ചാൻസ് കിട്ടിക്കോട്ടെ എന്ന് അങ്ങനെ ഒരു അഭിപ്രായം പലരുടെ ഭാഗത്തു നിന്നും വന്നപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും പറ്റുന്നില്ല. പിന്നെയും ഞങ്ങളങ്ങനെ ട്രീറ്റ്മെൻറ്റ് മാറി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് അപ്പോഴും പ്രതീക്ഷ കെട്ടതൊക്കെ കുറച്ച് വർഷങ്ങൾ, 1-2-3 വർഷം ആയപ്പോഴാണ് ഇനി എനിക്ക് പ്രതീക്ഷയില്ല, എനിക്ക് തുടർന്ന് പഠിക്കാൻ കഴിയില്ല. ഒരു ഘട്ടത്തിൽ മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് പതറിപ്പോയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയോ എനിക്ക് അതേക്കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധം രോഗത്തിൻ്റെ ലക്ഷണം, അതായത് വളരെ വേദനയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വേദനയിൽ നിന്ന് നമുക്കൊരു വിടുതൽ, ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ, അപ്പോഴൊക്കെ ഒന്ന് ഉറങ്ങിയാൽ മതി, ഒന്ന് ആ വിഷമങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയാൽ മതി, കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ഒരു രാത്രി, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറേ കാലത്തേക്ക്. പിന്നെ അതൊരു ക്രമേണ ഒരു സംഭവ വികാസമായിരുന്നു. എൻ്റെ ജോയിൻറ്റ് ചലിപ്പിക്കാൻ കഴിയാതായതും ഞാൻ പൂർണ്ണമായും ബെഡിലായി എന്നുള്ള ആ ഒരു അവസ്ഥയെ ഞാൻ പതിയെ സ്വീകരിച്ചു. എങ്കിൽ തന്നെയും എനിക്ക് പുറം ലോകത്തെ ഫേസ് ചെയ്യാൻ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഞാൻ എല്ലാവരിൽ നിന്നും, അതായത് എൻ്റെ സുഹൃത്തുക്കളോ നാടോ പരിചയക്കാരോ അങ്ങനെ എല്ലാവരിൽ നിന്നും മാഞ്ഞു പോയി. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ കിടക്കുന്നു, മറ്റുള്ളവരുടെ ധാരണ ഞാനിങ്ങനെ വീണുപോയ ഒരാളാണ്, ഒന്നും പുറം ലോകം അറിയാതെ കഴിയുന്ന ആളാണ് എന്നൊക്കെ ഒരു ധാരണ മറ്റുള്ളവരിൽ ഉണ്ടായി കാണണം. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിലൊരു നാളമുണ്ടായിരുന്നു, എന്തും അറിയാനുള്ളൊരു ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ സഞ്ചാരം ആ ഘട്ടത്തിലും മാധ്യമങ്ങൾക്കൊപ്പമായിരുന്നു. ഞാൻ ഈ കാലത്തിനൊത്ത് സഞ്ചരിച്ചിരുന്നു. ഞാൻ വായിക്കും, TV, ദൂരദർശൻ പോലുള്ള മാധ്യമങ്ങൾ, ആകാശവാണി എല്ലാം കാണുന്നു.
ന്യൂസുകൾ കേൾക്കുന്നു, സാഹിത്യം വായിക്കുന്നു, സാംസ്കാരിക പരിപാടികളെക്കുറിച്ചൊക്കെ അറിയുന്നു. അങ്ങനെ ഞാൻ ശരിക്കും വളരെ ഊർജത്തോടെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് പുറം ലോകത്തേക്ക് കടന്നു വരാൻ വളരെ മടിയായിരുന്നു. എൻ്റെ ഈ അവസ്ഥയിൽ, എൻ്റെ ഈ ശാരീരിക അവസ്ഥയും മറ്റും എന്നെ ഒന്ന് പിന്നോട്ട് പിൻവലിച്ചിരുന്നു. മായയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഞാൻ എൻ്റെ പരിചയക്കാരിൽ നിന്ന് തന്നെ മാഞ്ഞു പോയൊരവസ്ഥയായിരുന്നു. സ്വയം ഉൾവലിയുന്ന ഒരു പ്രവണതയിലേക്ക് പോയി എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ സ്കൂൾ കുട്ടികളിലേക്ക് കടന്നു ചെല്ലുന്ന, ബാക്കിയുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ഒരു ജീവിതമായി മായ തന്നെ സ്വയം മാറ്റിയെടുത്തു. അപ്പോൾ ആ ഒരു യാത്ര എങ്ങനെയാണ്? എന്താണ് അതിലൊരു സ്പാർക്ക് എന്നൊക്കെ പറഞ്ഞു? എങ്ങനെ തുടങ്ങിയത്? ഞാൻ ഇങ്ങനെ അല്ല വേണ്ടത് എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്? ഞാൻ പറഞ്ഞല്ലോ, ആരും അറിയാത്ത ഉറങ്ങിക്കിടന്ന ഞാൻ, അതായത് വി.എൻ. ഗിരിജ ചേച്ചിയുടെ ഉറങ്ങുന്ന സുന്ദരി എന്നൊരു കവിതയുണ്ടായി. അപ്പം ഞാനൊരിക്കൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിക്കുമ്പോൾ ആഴ്ചപ്പതിപ്പിൽ ആ കവിതയുണ്ട്. എനിക്കിത് ആരുടെ കവിത എന്താണെന്നൊന്നുമില്ല, ഞാനങ്ങ് വായിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞ് ഒഴുകുക. അപ്പം ഞാൻ വിചാരിക്കും, വി.എൻ. ഗിരിജ ചേച്ചി അങ്ങ് ആകാശവാണിയിലുണ്ടെന്ന് അറിയാം, ഞാൻ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ അറിയാതെ വിചാരിക്കും, ഈ ചേച്ചി എന്നെ എങ്ങനെ അറിഞ്ഞു, എന്നെക്കുറിച്ചാണല്ലോ എഴുതിയത്. അതൊരു വേറൊരു കഥയായിരുന്നു. അമൃത ഷെർഗിലിൻ്റെ ചിത്രം കണ്ടിട്ടാണ്, ഡൽഹി മ്യൂസിയത്തിലെ ചിത്രം കണ്ടിട്ടാണ് ചേച്ചി അത് വരച്ചതെന്ന് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ കാണുന്നവരെ അങ്ങനെയായിരുന്നു, കണ്ണൊലിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ എനിക്കൊരു പുനർജന്മം എന്നൊരു അവസ്ഥയാണ് ഞാൻ അതിന് പറയണേ. അതിലേക്ക് എന്നെ നയിച്ചത്, അതായത് ഇന്നത്തെ എന്നെ എത്തിച്ചത്, ഈ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത്, അതിൽ ഒരു മുഖ്യ പങ്ക് ആകാശവാണിക്കുണ്ട്. എൻ്റെ അതുപോലെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളുണ്ട്, പാലിയേറ്റീവ് കെയറിലെ ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ വലിയൊരു സമൂഹം, നന്മയുടെ വെളിച്ചം നമ്മുടെ ഈ കാലഘട്ടത്തിലും കെട്ടുപോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനങ്ങനെ ചെറുപ്പത്തിൽ വായിക്കും, കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഗൗരവമേറിയൊരു വായനയിലേക്ക് വരുന്നത് ഈ രോഗകാലത്താണ്. ഒരു ഘട്ടം എനിക്ക് വേദനകളൊക്കെ ഒഴിഞ്ഞൊരു നേരമുണ്ടായി. ഒരു യുദ്ധം കഴിഞ്ഞൊരു ശീത സമരത്തിൻ്റെ കാലമുണ്ട്. എല്ലാ വേദനകളൊക്കെ ശാന്തമായൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ വായിച്ചു തുടങ്ങിയിരുന്നു. നല്ല നല്ല ബുക്സൊക്കെ, ലേഖന സമാഹാരങ്ങൾ, എൻ.വി. കൃഷ്ണവാര്യരുടെ, അതുപോലെ മാതൃഭൂമിയിൽ വരുന്ന എം.പി. വീരേന്ദ്രകുമാർ, നെഹ്റു, ഗാന്ധി, ഇവരുടെയൊക്കെ ബുക്സുകൾ, എം.ടി. തകഴി ബഷീർ, ഇങ്ങനെ മുതിർന്ന എഴുത്തുകാരുടെ മുതലുള്ള പുസ്തകങ്ങൾ, അതാത് സമകാലിക കാലത്തെ അതാത് കാലത്തെ കവിതകളും കഥകളും ഒക്കെ മാസികകൾ വഴിയൊക്കെ വായിക്കും. റേഡിയോ കേൾക്കുന്നുണ്ട് അതിനൊപ്പം. അപ്പോഴൊക്കെ ഞാൻ വായിക്കുമ്പോൾ വിചാരിക്കും, എനിക്കിതുപോലെ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ, എൻ്റെ എഴുതിയത് എന്തെങ്കിലും അച്ചടിച്ച് വരാൻ ഭാഗ്യമുണ്ടോ. വെറുതെ നമ്മളൊന്നും എഴുതുന്നില്ല. അക്കാലത്തും അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കും. റേഡിയോയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കെന്തെങ്കിലും ഇതുപോലെ റേഡിയോയിൽ വരാൻ കഴിയുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒന്നുമല്ലാത്ത കാലത്ത് കേട്ടോ. പിന്നീടാണ് എനിക്ക് പേന കൊണ്ട് എഴുതാൻ കഴിയില്ലായിരുന്നു. പേന കൂട്ടിപ്പിടിച്ച് എഴുതാനൊന്നും കഴിയാതെ ഒരു 10-14 വർഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് എഴുതി നോക്കണം. അങ്ങനെ ഞാൻ പേനയൊക്കെ എടുത്തു, പഠിച്ചു. കുറച്ചൊക്കെ വളരെ സ്ട്രെയിൻ എടുത്താണെങ്കിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ എന്ത് എഴുതും എന്നൊരു വലിയ ചോദ്യമായി. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഈ അഭിപ്രായ വേദിക്ക് കത്തെഴുതാം. അങ്ങനെ ഞാൻ അഭിപ്രായ വേദിക്ക് കത്തുകൾ എഴുതും. സമകാലികം, ശനിദശ, ചരിത്രവീഥികളിലൂടെ, മലയാള സിനിമാ സംഗീതത്തിൻ്റെ ചരിത്രവീഥികളിലൂടെ, പിന്നെ ആരോഗ്യവേദി, അങ്ങനെ ഒരുപാട് പരിപാടികൾക്കൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ കുറച്ച് ദിവസം കൊണ്ടാണെങ്കിലും കുറച്ച് ദിവസം എടുക്കും 3-4 വരികൾ കുറിക്കാനൊക്കെ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു.
അതുപോലെ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ആകാശവാണി, എനിക്ക് ഏറ്റവും എന്താ പറയുക, ഒരു ഊർജമായി നിന്ന ഒരു പ്രൊമോ വന്നത് എൻ്റെ ഒരു ലെറ്റർ ആകാശവാണിയിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിനൊപ്പം എൻ്റെ പേരും പറയുന്നുണ്ട്. അത് KV ശരത്ചന്ദ്രൻ സാറിൻ്റെ ഒറ്റ നാടകം. അത് കേട്ടിട്ട് ഞാൻ എഴുതി. അങ്ങനെയാണ് ആ ലെറ്റർ വന്ന് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ പേര് ഇങ്ങനെ അനൗൺസ് ചെയ്ത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ ഒറ്റ എന്ന നാടകത്തെക്കുറിച്ച് മായ എഴുതിയ അഭിപ്രായമായിരുന്നു ആ നാടകത്തിന്റെ പ്രൊമോ പരസ്യം അല്ലേ? അതെ അതെ. അതായത് ആ നാടകത്തെക്കുറിച്ച് ഞാൻ എഴുതിയ അഭിപ്രായം, ആ ഒരു റിവ്യൂ, അത് വായിച്ച് അതിൻ്റെ 3-4 വരികൾ കേൾപ്പിച്ചിട്ട് എൻ്റെ പേരും പറയും. അപ്പോൾ എനിക്ക് മായ ബാലകൃഷ്ണൻ അങ്കമാലി. ഞാൻ നായത്തോടൊന്നും അന്ന് വച്ച് തുടങ്ങിയിരുന്നില്ല. കാരണം എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ, എന്നെ മറ്റുള്ളവരെ അറിയാൻ, അതൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞേക്കുമോ എന്നൊക്കെ പേടിയിൽ. പിന്നീട് പിന്നെ എനിക്ക് എഴുതാൻ നല്ലൊരു സപ്പോർട്ട് കിട്ടിയത്, ഒരു ബലം കിട്ടിയത് ആകാശവാണിയിൽ തന്നെ സ്പോൺസേഡ് പ്രോഗ്രാം തുടങ്ങിയ കാലമായിരുന്നു. 2007, 2008, 2009 നമ്മുടെ ആശാലത, പിന്നണി ഗായിക ആശാലത ചേച്ചിയും ബാലകൃഷ്ണൻ പെരിയം, അവർ രണ്ടുപേരും കൂടി നടത്തിയ പ്രോഗ്രാം, കത്ത് വായിക്കുന്ന പ്രോഗ്രാം, എനിക്കത് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ എഴുതാൻ വേണ്ടി ഞാൻ കുറേ സ്ട്രെയിൻ എടുത്തു. അങ്ങനെ എഴുതി. അന്നൊന്നും ഞാൻ എൻ്റെ പേര് വയ്ക്കില്ലായിരുന്നു, എന്നാരും തിരിച്ചറിയരുതെന്ന് എഴുതി. അങ്ങനെ എഴുതി ഞാൻ ഈ അടുത്ത കാലം വരെയും എഴുതാറുണ്ട് അവരുടെ പ്രോഗ്രാമിൽ. ആ 2009 കാലത്ത് കുറച്ച് ഹൃദ്രോഗ സംബന്ധമായ അസുഖം എൻ്റെ ആന്തരാവയവങ്ങളെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിൽ ഹൃദ്രോഗം ആയി മാറി. അപ്പോൾ ഞങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ സേവനം തേടി. അങ്ങനെ വന്ന ഒരു ഡോക്ടർ അമ്മയുണ്ട്, ഡോക്ടർ EV രത്നമ്മ. അപ്പോൾ ആ ഡോക്ടർ അമ്മയും ആശാപ്രവർത്തകരും ഒക്കെ വന്നിട്ട് എന്നെ കൊണ്ട് ചിത്രങ്ങളൊക്കെ വരപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഞാൻ ചിത്രകാരിയൊന്നും അല്ല, പക്ഷേ എന്തെങ്കിലും നോക്കി കണ്ടൊക്കെ വരയ്ക്കുമായിരുന്നു. അന്ന് എനിക്ക് വല്ലാത്തൊരു കിതപ്പ്, ശ്വാസമുട്ട് ഒക്കെ ഉള്ള സമയമാണ്, വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് ഓരോ ചിത്രം തന്ന് വരച്ചിട്ട് കളർ ചെയ്യും. അന്നത്തെ ഞാൻ മറക്കില്ല. എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതകളുണ്ടെങ്കിലും ഞാൻ ഈ ചിത്രം വരച്ചുകൊണ്ട് ഉച്ച സമയങ്ങളിൽ ഈ കിടന്നുകൊണ്ടാണ് ബോർഡും പേപ്പറും വെച്ച് റേഡിയോയിൽ പാട്ടും വെച്ച് ഇത് ചെയ്യും. റേഡിയോയിൽ പാട്ട് കേട്ടുകൊണ്ട്, ആകാശവാണിയിൽ പാട്ട് കേട്ടുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ടും അറിയില്ല, വിഷമങ്ങളൊന്നും അറിയില്ല. നല്ല സുഖമായിട്ടങ്ങ് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് ആ അസുഖം തുടങ്ങിയ കാലം, ഞാൻ മെഡിസിനൊക്കെ കഴിച്ചിട്ട് എൻ്റെ രണ്ടാമത് മുടങ്ങിപ്പോയ SSLC എക്സാം എഴുതാൻ വേണ്ടി ട്യൂഷനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വീടിനടുത്താണ് പോകുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ റേഡിയോ വയ്ക്കും. അപ്പോൾ ആ നേരത്ത് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഉണ്ടാവും. അന്ന് ഈ റേഡിയോയിൽ സിനിമാ പരസ്യങ്ങൾ കേൾപ്പിക്കും. അന്ന് തുടങ്ങിയതാണെന്ന് തോന്നുന്നു, ആ കാലത്തിലാണ് തുടങ്ങിയത്. കാരണം ഈ പാട്ടിൻ്റെ ഒരു വരി കേൾപ്പിക്കും, പക്ഷെ അത് സിനിമയാണെന്നോ എന്താ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. വളരെ ആകർഷിക്കുന്ന ഒരു പാട്ട്, പുടമുറി കല്യാണം ദേവി നിനക്കിന്നു മാംഗല്യം, ഭരതൻ്റെ സിനിമയാണ്. അതിൻ്റെ വരികളും ഭരതനായിരുന്നു, ഔസേപ്പച്ചൻ മാഷും. ഉടമുറിക്കൽ
അപ്പോൾ ആകാശവാണിയുടെ പല വേദികളിലായി എഴുത്തുകളൊക്കെ എഴുതി തുടങ്ങുന്നു, പേര് റേഡിയോയിൽ അനൗൺസ് ചെയ്ത് കേൾക്കുന്നു, അത് തരുന്ന സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ എന്ന ആ വേദി കണ്ടെത്തുന്നു, അതിൽ എഴുതുന്നു, അതിന് ധാരാളം കമൻറ്റുകളായും അല്ലെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ആയിട്ടും ഒക്കെ ആളുകൾ വരുന്നു, അതിനൊക്കെ പിന്തുണ നൽകുന്നു. അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ എഴുത്തിനും ശക്തിയുണ്ട്, ഇത് വായിക്കാൻ ഇതിനൊരു വായനക്കാരുണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഇപ്പോഴും. എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലേക്കുള്ള കടന്നുവരവും? ഞാൻ ഇങ്ങനെ മാസികകളൊക്കെ വായിക്കുമ്പോഴും പത്രങ്ങളും മാസികകളും ഒക്കെ വായിക്കുമ്പോൾ ഫേസ്ബുക്ക് എന്നതിനെക്കുറിച്ച് കേൾക്കുന്നു, ബ്ലോഗിനെ കുറിച്ച് കേൾക്കുന്നു, ഇമെയിൽ എന്ന അതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നു. അന്ന് ഇത്രയും സജീവമായിട്ടില്ല, മൊബൈൽ യുഗം അങ്ങ് എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലും എനിക്കിതൊക്കെ അറിയാനുള്ള വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇതെന്താണ്, എനിക്ക് എന്തെങ്കിലും കഴിയുമോ ഇതുപോലൊക്കെ ഇതൊക്കെ കാണാനും ഈ ബ്ലോഗ് വായിക്കാനും. അക്കാലത്ത് റാംമോഹൻ പാലിയത്ത് ബ്ലോഗുകളെ കുറിച്ചിട്ടൊക്കെ എഴുതുമായിരുന്നു, അതിൽ വരുന്ന വിഷയങ്ങളൊക്കെ എഴുതും. അപ്പോൾ എനിക്കിത് വായിക്കണം അറിയണം എന്നൊക്കെ വലിയ ആഗ്രഹം എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ എന്നെപ്പോലെ ഒരാൾ എങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കും, അങ്ങനെ ഒന്നും ഒരു പ്രതീക്ഷ അത്രയില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ കസിൻ്റെ മകൻ അരുൺ ഗോപിനാഥ്, അവന് ഷിപ്പിൽ പഠനം കഴിഞ്ഞ് മെർച്ചൻ്റ് നേവിയിൽ ജോലിയായി വന്നപ്പോൾ അവരെന്നെ ഇടയ്ക്കൊക്കെ എല്ലാവരും വന്ന് കാണുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെ ചേച്ചി ഇങ്ങനെ ഇരുന്നാൽ പോരാ, ലോകം മുഴുവനും കാണണം, എല്ലാം അറിയണം എന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഞാൻ ഒരു ലാപ്ടോപ്പ് തരട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് ലാപ്ടോപ്പ്, അപ്പോൾ ഞാൻ ചിത്രം വരയ്ക്കുന്നു കേട്ടിട്ടുണ്ട്, അങ്ങനെ ജസ്റ്റ് അപ്പോൾ അതിൽ ചിത്രമൊക്കെ വരയ്ക്കാം എന്നൊക്കെ ഒരു ആശയവും പുള്ളിക്ക് തോന്നി. അങ്ങനെ എനിക്ക് ഈ ലാപ്ടോപ്പ് തന്നപ്പോൾ ഞാനും വിചാരിക്കും, അയ്യോ എന്നെപ്പോലെ ഒരാൾക്ക് ലാപ്ടോപ്പോ, എനിക്ക് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന ആൾക്ക് എന്തിന്, ഇതിൻ്റെ ഉപയോഗം എന്ത് എന്നൊക്കെ ഒരു, പക്ഷേ ഇതൊക്കെ എടുക്കാം എന്നുള്ളൊരു, അപ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. അന്ന് ശരി, ഓക്കെ എന്ന് പറഞ്ഞു, പരിശ്രമിക്കാം എന്ന് മനസ്സിൽ വന്നു. കമ്പ്യൂട്ടർ അതിനു മുമ്പ് ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ടോ? ഇല്ല, കമ്പ്യൂട്ടറൊന്നും ഞാൻ കണ്ടിട്ടുണ്ടോ, ലാപ്ടോപ്പായിരുന്നു, കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇല്ല, കൊണ്ടുവന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് എവിടെന്നോ കൊണ്ടുവന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അത് പൂർണ്ണ ഒരു വിശ്വാസം ആയില്ല. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാം എന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ശാരീരിക പരിമിതികളുള്ളത് കൊണ്ട്, കയ്യിനും ഒക്കെ പരിമിതി ഉള്ളത് കൊണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കും, എങ്ങനെ ഇതിൽ എൻ്റെ കൈകളെ ഉപയോഗപ്പെടുത്താം എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കന്ന് എൻ്റെ ചേട്ടന്മാർ 2 പേരുണ്ട്. മൂത്ത ആൾ അഡ്വക്കേറ്റ് ജീവൻ ബാലകൃഷ്ണൻ, രണ്ടാമത്തെ ആൾ ജോഷി ബാലകൃഷ്ണൻ, മൂത്ത ആൾ ചേച്ചി രമ. അപ്പോൾ ഇവരുടെയൊക്കെ കുട്ടികളുണ്ട്. അവർ 5ലും 4, 3 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷേ ഇവർ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ ഗെയിം ഒക്കെ ചെയ്യുന്ന കാണുമ്പോഴും ഞാൻ അത്ഭുതത്തോടെ നോക്കും. അപ്പോൾ ഇവരെ കൊണ്ട് ഞാൻ ഓരോന്ന് കിടന്നു നോക്കി. ഇരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞത് അത്ര പ്രായോഗികം അല്ല, എപ്പോഴും എന്നെ എഴുന്നേൽപ്പിച്ചിരുത്താനൊന്നും അത്ര പറ്റില്ല. അതുകൊണ്ട് കിടന്നുകൊണ്ട് തന്നെ ഞങ്ങൾ സൈഡ് തിരിഞ്ഞ്
അങ്ങനെ ലാസ്റ്റ് ഞാൻ മടിയിൽ വെച്ച് അപ്പോൾ കുട്ടികൾ ഓരോരുത്തരായിട്ട് പിൻവാങ്ങി. കാരണം അവർ പറയുന്നുണ്ട് മായമ്മായിക്ക് ഇതൊന്നും പറ്റില്ല. അവർ ഭയങ്കര സങ്കടത്തോടെ നിരാശയോടെ പറയുന്നൊരു ഘട്ടമുണ്ട് ചേട്ടൻ്റെ മോൻ. അപ്പം ഞാൻ അത്രയും കേട്ടപ്പോൾ എനിക്കും വിഷമമായി. ഇത് കൊണ്ടുവന്നിട്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല. അവനോട് ഞാൻ ആ പയ്യനോട് അരുണിനോട് ഞാൻ എന്ത് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നൊരു വാശിയായി, എങ്ങനെയെങ്കിലും ഇത് സാധിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ മടിയിൽ കട്ടിക്ക് ബെഡ്ഷീറ്റ് മടക്കി വെച്ച് എൻ്റെ മടിയിൽ വെച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ 2 കൈയും മാറി മാറി നോക്കി. അങ്ങനെ ഇടത് കൈയിൻ്റെ 4-ാം വിരൽ ആ ടച്ച് പാഡിൽ സ്പർശിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മറ്റേ മൗസ് ഉണ്ടല്ലോ അതെനിക്ക് പ്രയോഗിക്കാൻ കഴിയില്ല, അത് ഒഴിവാക്കി. പിന്നീടാണ് ഈ പരീക്ഷണം. ഓരോ വിരലും എടുത്ത് വലത് കൈ ഇടത് കൈ അങ്ങനെ മാറി മാറി ഓരോ വിരലും എടുത്ത് അവസാനമാണ് ഈ 4-ാം വിരൽ ഇടത് കൈയിലെ 4-ാം വിരലിൽ വിരിയുന്ന മായ എന്ന പുസ്തകവും ഉണ്ടാവുന്നത്. അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ ലാപ്ടോപ്പ് ആകുമ്പോൾ രാത്രിയിലൊക്കെ എൻ്റെ സമയത്തിന് ഒരാൾ എടുത്തു വെച്ച് തരണം. എൻ്റെ അങ്ങനെ ലൈറ്റായിട്ട് കിടക്കുന്നതെങ്കിൽ പിന്നെ അതിനൊക്കെ ആൾ വേണമല്ലോ. മറ്റുള്ളവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ എനിക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാതെ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ടാബ് തന്നെ എടുക്കാം. പിന്നീട് ടാബ് കൊണ്ടുവന്നു. എന്തോ ഭാഗ്യത്തിന് അതും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. വലിയൊരു വിജയമായി അതും. അതിനുശേഷം ഞാൻ വളരെ ആക്റ്റീവായി കുറച്ചും കൂടി. പിന്നെ ഞാൻ എന്ത് എഴുതി എന്നൊക്കെ ഉള്ളത് ഫേസ്ബുക്ക് വന്ന ആദ്യം മലയാളം എഴുതുന്ന സുഹൃത്തുക്കളെയൊക്കെ കണ്ടുപിടിച്ച് അതിലെനിക്ക് അന്ന് മലയാളം അറിയില്ലായിരുന്നു, മലയാളം ഫോണ്ട്. ഇന്നിപ്പോൾ ഗൂഗിൾ ഫോണ്ട് ഇങ്ങനെ റൈറ്റിംഗ് കൈവിരൽ കൊണ്ട് എഴുതാം. എഴുതുമ്പോൾ അത് അക്ഷരമായി മാറി വരുന്ന ലിപ്യന്തരണം അങ്ങനെയുള്ള സാങ്കേതിക വിദ്യയൊക്കെയുണ്ട്. അപ്പോൾ ഈ ആദ്യകാലത്ത് എഴുതിയപ്പോൾ നമുക്ക് കീബോർഡിൽ ഓരോ അക്ഷരമായി ടൈപ്പ് ചെയ്ത് തന്നെ എഴുതണമല്ലോ. അപ്പോൾ ആദ്യകാലത്ത് ലാപ്ടോപ്പിലാവുമ്പോഴും എനിക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ ഫോണ്ടൊന്നും അറിയുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ മലയാളത്തിൽ എഴുതുന്ന ചില സുഹൃത്തുക്കളെ ഫോളോ ചെയ്ത് അങ്ങനെ അതിന് ഞാൻ കമൻറ്റ് ചെയ്യും. കമൻറ്റ് എഴുതുമ്പോൾ ഇംഗ്ലീഷ് ഫോണ്ടിൽ മലയാളം എഴുതും. അങ്ങനെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അപ്പം എന്നോട് വന്ന് പരിചയപ്പെടാനൊന്നും വരുമ്പോൾ ഞാൻ ആരോടും ഒന്നും പ്രതികരിക്കില്ല, ഒന്നിനും മറുപടി കൊടുക്കില്ല, ആരാ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞ് ഒരു ഫ്രണ്ടിനെ ഫോളോ ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ കമൻറ്റ് എഴുതുന്നത് കണ്ടപ്പോഴും അദ്ദേഹത്തിന് ഞാൻ എന്തോ സാഹിത്യവാസനയൊക്കെ ഉള്ള ആളാണ് കുറച്ച് എന്ന് കരുതി മനസ്സിലാക്കിയിട്ടാണ് എന്നെ വന്ന് പരിചയപ്പെടുന്നതൊക്കെ. അങ്ങനെ ആ സുഹൃത്ത് വഴി അദ്ദേഹം ഒന്ന് സൗദിയിലായിരുന്നു. അദ്ദേഹം ബ്ലോഗിൽ അക്ക കുക്ക എന്ന പേരിൽ എഴുതുന്നൊരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു. പിന്നെ എന്നെ തമ്മിൽ പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥയൊക്കെ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മലയാളം എഴുതുക, മലയാളം ഫോണ്ട് തരാമെന്ന് പറഞ്ഞ് ആ സോഫ്റ്റ്വെയർ എനിക്ക് അയച്ചു തന്ന് പിന്നെ കുട്ടികളുടെ സഹായത്തോടെ അത് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം തന്നെ തിരുത്തി തരും. അന്ന് ചില്ലക്ഷരങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് കറക്റ്റ് വരില്ല. അങ്ങനെയൊക്കെ അദ്ദേഹം തിരുത്തി തരിക. അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു പ്രോത്സാഹനമായിട്ട് കുറച്ച് പേര് ഉണ്ടായിരുന്നു. മലയാളത്തിൽ തന്നെ എഴുതാൻ തുടങ്ങി, മലയാള അക്ഷരങ്ങൾ തന്നെ. അങ്ങനെ ഞാൻ മലയാളത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ എഴുതുന്നത് മലയാളത്തിൽ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരിക. അത്രയും കാലം നമ്മൾ ഈ ഇംഗ്ലീഷ് അടിച്ച് വായിക്കാൻ പറ്റാതെ അപ്പം അങ്ങനെ പ്രവാസത്തിൽ നിന്നും ജന്മനാട്ടിലേക്ക് വന്ന പോലെയായി. തീർച്ചയായിട്ടും. ഞാനിങ്ങനെ ഒരു മരുഭൂമിയിലായിരുന്നല്ലോ, ഒറ്റപ്പെട്ട് ആരും ഒരു ഇതില്ലാതെ ഒരു മരുഭൂമി പോലെ തരിശു ഭൂമിയിലായിരുന്നു. അവിടെ നിന്നാണ് കടന്നു വരുന്നത്. ഞാൻ പതിയെ എനിക്ക് പെട്ടെന്ന് ഫ്രണ്ട്സിനെയൊക്കെ ആഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ടായിരുന്നു. ആരെ എന്നോട് പരിചയപ്പെടാൻ വരുമ്പോൾ എനിക്കത് പറയാനൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവരെങ്ങനെ സ്വീകരിക്കും, അത് മനസ്സിലാക്കുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. അത് കാരണം അങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ എന്നെ തന്നെ എന്താണെന്നോ എൻ്റെ ഒരു ഫോട്ടോയോ ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇതുപോലെ വീൽ ചെയറിൽ ഇരിക്കുന്ന സുഹൃത്തുക്കളെയൊക്കെ പരിചയപ്പെട്ട് വരുന്നത്. അപ്പോൾ അവരൊക്കെ വളരെ കൂളായിട്ട് ഫോട്ടോയൊക്കെ ഇട്ട് പിന്നെ എനിക്കും എന്താ ഫോട്ടോ ഇട്ട് കൊടുത്തുകൂടെ എന്ന ആ ഒരു ചിന്ത വന്ന് പതിയെ ഞാൻ
തുറന്നു വന്നു, മറനീക്കി തുറന്നു വന്നു, അങ്ങനെ ചിത്രങ്ങളൊക്കെ എഴുതും. കവിതകളൊക്കെ എന്തോ തോന്നി മനസ്സിലെഴുതി. ഇപ്പോഴും എനിക്ക് വളരെ ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ട്. കുറേയൊക്കെ എഴുതുമ്പോൾ ആരെങ്കിലും അടുത്ത സുഹൃത്തുക്കളെ വായിക്കുന്നവരെ എഴുതുന്നവരെയൊക്കെ കാണിച്ചു കൊടുക്കും ജസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ചില സ്ത്രീകളുടെ മാത്രം എഴുത്തിടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിലൊരു മാധ്യമ പ്രവർത്തകയായ ഗീതാ ബഷി ചേച്ചി, എനിക്കിങ്ങനെ എൻ്റെ ഒരു അത്ര എല്ലാവർക്കും പരിചയമായൊരു അവസ്ഥയല്ല എൻ്റെ രോഗാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്കത് അല്ലാതെ വിഷമോ ഫീലിയോ അങ്ങനെയൊക്കെ തോന്നും. അല്ലെങ്കിൽ ഞാൻ സിമ്പതിക്ക് വേണ്ടി എഴുതുന്നതാ എന്നൊക്കെ തോന്നിയാലോ. അപ്പം ഞങ്ങളൊരു ഒരു ഓർമ്മക്കുറിപ്പ് ഞങ്ങളെല്ലാവരും കൂടി ഒരു ബുക്ക് ചെയ്തിരുന്നു. അപ്പം ഞാൻ അതിലെഴുതിയപ്പോൾ ചില ഭാഗങ്ങൾ അടച്ചു വച്ച് എഴുതിയ പോലെ വന്നു. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, അതല്ല, എഴുതുന്നവർ തുറന്നെഴുതുക, അതാണ് നമ്മുടെ ആത്മധൈര്യം. അത് നമ്മൾ വായിക്കുന്നവർ കരയോ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, അവർക്ക് അവരുടെ ഉള്ളിൽ ചലനം സൃഷ്ടിക്കാൻ, അതൊരു സന്തോഷമാണെങ്കിലും തമാശയാണെങ്കിലും സാഹിത്യപരമായിട്ടുള്ള അനുഭൂതികൾ ഒക്കെയാണെങ്കിലും അത് വായിക്കുന്നവരുടെ ഹൃദയത്തിൽ ചലനം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ എഴുത്തുകാരൻ ജയിക്കും. അതുകൊണ്ട് തുറന്ന് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരു ആത്മകഥ എന്ന തലത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ഒരിക്കലും ഫേസ്ബുക്കിൽ എൻ്റെ ആ അവസ്ഥകളെയൊന്നും, ഞാൻ കടന്നു വന്ന അവസ്ഥകളെയൊന്നും എഴുതിയിട്ടുണ്ടായില്ല. എൻ്റെ രോഗാവസ്ഥകൾ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ചലിക്കാൻ കഴിയാതെ വേദന മാത്രമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ കേട്ടൊരു പാട്ടുണ്ട്. ഞങ്ങൾ സാധാരണ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് ഹോസ്പിറ്റൽ റൂമുകളിലും എല്ലാം TV ഉണ്ട്, ആൾക്കാർ സിനിമ കാണും, പാട്ട് കാണും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു 30 വർഷം മുൻപെന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. ഞങ്ങളങ്ങനെ എല്ലായിടത്തും റേഡിയോ കൂടെ കൊണ്ടുപോകില്ല. അതാത് ഹോസ്പിറ്റലിലെ അന്തരീക്ഷം മനസ്സിലാക്കിയേ കൊണ്ടുപോവുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ ഒരു 1.5 വർഷമായിട്ട് ഹോസ്പിറ്റൽ റൂമിൽ തന്നെയാണല്ലോ. എനിക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനൊന്നും കഴിയുന്നില്ല, റേഡിയോയും എടുത്തിട്ടില്ല. അന്നൊക്കെ പറയുമ്പോൾ ഈ അടുത്ത റൂമിൽ ഉള്ളൊരു പേഷ്യൻ്റ് ജീവിതത്തിൻ്റെ അവസാന ശ്വാസത്തിനായിട്ട് കിതയ്ക്കുന്നു. ആ ഞരക്കോ മൂളോ ഒക്കെ നമുക്ക് തൊട്ടടുത്ത് ചുമരി കിടന്ന് കേൾക്കാം. അതുപോലെ അവരുടെ ബന്ധുക്കൾ വേദനിച്ച് നിൽക്കുന്ന ആ സമയത്ത് നമുക്കിപ്പോൾ റേഡിയോ, അടുത്ത റൂമിൽ റേഡിയോ വെച്ച് കേട്ടിരിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അത്തരം ഒരു ഔചിത്യമില്ലായ്മ എന്ന് തോന്നിയിരുന്നത്. അത് കാരണം റേഡിയോ ഒന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് 93, 94 ആ സമയം എൻ്റെ ചേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ ജോഷ് ചേട്ടൻ ഒരു വാക്ക്മാൻ സെറ്റ് കൊണ്ടുവന്നു. വാക്ക്മാൻ സെറ്റ് കൊണ്ടുവന്നിട്ട് അന്ന് ഏറ്റവും പുതിയ ചിത്രത്തിലെ ഗാനങ്ങളാണ് വെങ്കലത്തിലെ കുറേ ഗാനങ്ങളുണ്ട്. എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ എന്താ ശരിക്കും മരുഭൂമിയിൽ മഴ പെയ്ത പോലെ വല്ലാത്തൊരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷവും അനുഭൂതിയൊക്കെ ആയിരുന്നു. അന്നൊക്കെയെന്ന് പറയുമ്പോൾ ഞാൻ വല്ലാതെ വേദന, ശരീരത്തിൽ ഒരുപാട് വേദനയുണ്ട്. ഇങ്ങനെ കണ്ണ് നനഞ്ഞും കവിള് നിറഞ്ഞും ഒക്കെ ഇരിക്കണ ഒരു ഘട്ടമാണ്. ആ സമയത്ത് ഈ പാട്ട് കേട്ടപ്പോൾ എൻ്റെ മനസ്സും ഒക്കെ തണുത്ത്. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ, പി ഭാസ്കരൻ്റെ വരികൾ, രവീന്ദ്ര സംഗീതം, എന്ത് സുഖമായിരുന്നു. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ, പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിനിറങ്ങി. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ, പേരാറ്റിൽ പുലർമ
കടവത്തു കമഴ്ത്തി ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്ത് കമഴ്ത്തി തമ്പുരാട്ടി കുളിർ നീരിൽ മുങ്ങാങ്കുടിയിട്ടല്ലോ ആറാട്ടു കടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിനിറങ്ങി. കളിമണ്ണുമെനഞ്ഞെടുത്തു കത്തുന്ന കനലിങ്കൽ പുത്തനാമഴകിൻ്റെ ശില്പങ്ങൾ ഒരുക്കുന്നു. കളിമണ്ണുമെനഞ്ഞെടുത്തു കത്തുന്ന കനലിങ്കൽ പുത്തനാമഴകിൻ്റെ ശില്പങ്ങൾ ഒരുക്കുന്നു. കണ്ണീരും സ്വപ്നങ്ങളും ആശതൻ മൂശയിൽ മണ്ണിൻ കലാകാരൻ പൊന്നിൻ തിടമ്പാക്കുന്നു. ആറാട്ടു കടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിനിറങ്ങി. കൈവിരലിൻ തുമ്പുകളിൽ കൽപ്പനതൻ രൂപങ്ങൾ അത്ഭുതമൂർത്തികളായി അവതരിച്ചിറങ്ങുന്നു. കൈവിരലിൻ തുമ്പുകളിൽ കൽപ്പനതൻ രൂപങ്ങൾ അത്ഭുതമൂർത്തികളായി അവതരിച്ചിറങ്ങുന്നു. ഭാവനതൻ താഴ്വരയിൽ ജീവിതം ശാന്തിയുടെ പാലലച്ചോലയ പാരിൽ ഒഴുകുന്നു. ആറാട്ടു കടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിനിറങ്ങി. ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്ത് കമഴ്ത്തി ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്ത് കമഴ്ത്തി തമ്പുരാ
ആറാട്ടിക്കുളിർ നീരിൽ മുങ്ങാങ്കുളിയിട്ടല്ലോ ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിൻ നിറങ്ങി. മനോഹരമായ ഒരു യാത്രയിലായിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ച് വന്ന് റേഡിയോയുടെ പല കാലഘട്ടത്തിലുള്ള പലതരം ഓർമ്മകളൊപ്പം മനോഹരമായ പാട്ടുകൾ. അപ്പം മായ സ്വയം വിശേഷിപ്പിക്കുന്ന പോലെ ഒരു ചെറിയ കവിയല്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭിന്നശേഷി കമ്മീഷണറേറ്റിൻ്റെ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ മായക്ക് ലഭിച്ചിട്ടുണ്ട്. തുടികൊട്ട്, നിഷ്കാസിതരുടെ ആരൂഢം, മണ്ണാങ്കട്ടയും കരിയിലയും തുടങ്ങിയ കവിതാ സമാഹാരങ്ങളുണ്ട്. ഇതിനു മുമ്പ് മായ പരാമർശിച്ച പോലെ 4-ാം വിരലിൽ വിരിയുന്ന മായ, ആ ശീർഷകത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മായ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ആത്മകഥ കൂടാതെ വെള്ളപ്പൊക്കത്തിലെ പൂച്ച എന്ന ഒരു ബാലകഥാ സമാഹാരവും മായയുടേതായിട്ടുണ്ട്. ഞങ്ങളോട് കാണിച്ച ആ സ്നേഹത്തിനും അതിനോടൊപ്പം നിന്ന സമയത്തിനും ഒത്തിരി നന്ദി. ഇനിയും ആകാശവാണിയോടൊപ്പം ഉണ്ടായിരിക്കുക. വളരെ സന്തോഷം. ആകാശവാണിയുടെ ഈ 90-ാം വാർഷികത്തിൽ ഈ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായ ആകാശവാണിയോട് ചേർന്ന് നിൽക്കാൻ എനിക്കും കഴിഞ്ഞതിൽ കൊച്ചി നിലയത്തിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കളോടും നന്ദി, സ്നേഹം. ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് മായ ബാലകൃഷ്ണൻ, കൂടെ റിയാസ് കളപ്പുരയിൽ. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി ആത്മസഖി ആകാശവാണി സമാപിക്കുന്നു.